പ്രൈസ് ദി ലോർഡ്. സിയോന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് വീണ്ടും എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ബൈബിളിൽ നിന്നും തിരഞ്ഞെടുത്ത ചില പൊതു ചോദ്യങ്ങളാണ്. ചോദ്യങ്ങൾ തയ്യാറാക്കിയിരിക്കുന്നത് ബ്രദർ ജോസഫ് തോമസ്. ആദ്യത്തെ ചോദ്യം, കള്ളസാക്ഷിയായിരിക്കാൻ ആരുടെ കൂടെ ചേരരുത്? ഉത്തരം, ദുഷ്ടനോടുകൂടെ. പുറപ്പാട് പുസ്തകം 23 അധ്യായം 1 വാക്യം. അടുത്ത ചോദ്യം, യഹോവയുടെ തേജസ്സിൻ്റെ കാഴ്ച ഇസ്രായേൽ മക്കൾക്ക് എങ്ങനെയാണ് തോന്നിയത്? ഉത്തരം, പർവ്വതത്തിൻ്റെ മുകളിൽ കത്തുന്ന തീ പോലെ. പുറപ്പാട് പുസ്തകം 24 അധ്യായം 17 വാക്യം. അടുത്ത ചോദ്യം, എത്ര പേരാണ് യഹോവയെ ദൂരത്ത് നിന്ന് നമസ്കരിക്കുവാൻ മോശയോടൊപ്പം യഹോവയുടെ അടുക്കൽ കയറി ചെന്നത്? ഉത്തരം, 73 പേർ. പുറപ്പാട് പുസ്തകം 24 അധ്യായം 1 വാക്യം. അടുത്ത ചോദ്യം, സത്യവേദപുസ്തകത്തിൽ കാണുന്ന ആദ്യ വസ്ത്രം അത്തിയില കൊണ്ടുള്ളതാണെങ്കിൽ അവസാനമായി കാണുന്ന വസ്ത്രം എങ്ങനെയുള്ളതാണ്? ഉത്തരം, നിർമ്മലവും ശുഭ്രവുമായ വിശേഷ വസ്ത്രം. വെളിപ്പാട് പുസ്തകം 19 അധ്യായം 14 വാക്യം. അടുത്ത ചോദ്യം, ഒരു ദേശത്തെ നദികളെക്കുറിച്ച് സങ്കീർത്തനത്തിൽ പരാമർശിച്ചിരിക്കുന്നു. ആ ദേശം ഏതാണ്? ഉത്തരം, ബാബേൽ. സങ്കീർത്തനം 137 അധ്യായം 1 വാക്യം. അടുത്ത ചോദ്യം, കൊള്ളയായി കിട്ടിയ വിശേഷ വസ്തുക്കളുടെ ദശാംശം കൊടുത്തത് ആരാണ്? ഉത്തരം, അബ്രഹാം. എബ്രായ ലേഖനം 7 അധ്യായം 4 വാക്യം. അടുത്ത ചോദ്യം, സകല വചനത്തിലും സകല പരിജ്ഞാനത്തിലും സമ്പന്നരായിത്തീർന്ന സഭ ഏതാണ്? ഉത്തരം, കൊരിന്തിലെ സഭ. 1 കൊരിന്ത്യർ 11 അധ്യായം 6 വാക്യം. അടുത്ത ചോദ്യം, ക്രിസ്തുവിന് ആസ്യയിലെ ആദ്യ ഫലം എന്താണ്? ഉത്തരം, എപ്പൈനത്തോസ്. റോമാലേഖനം 16 അധ്യായം 5 വാക്യം. അടുത്ത ചോദ്യം, സത്യവേദപുസ്തകത്തിൽ ആദ്യം കാണുന്ന വിലാപഗീതം രചിച്ചത് ആരാണ്? ഉത്തരം, ദാവീദ്. 2 ശമൂവേൽ 3 അധ്യായം 33 വാക്യം. അടുത്ത ചോദ്യം, ദൈവേഷ്ടത്താൽ എന്ന പദത്തോടുകൂടി ആരംഭിക്കുന്ന ലേഖനങ്ങൾ എത്ര എണ്ണമുണ്ട്? ഉത്തരം, 4. 1 കൊരിന്ത്യർ, 2 കൊരിന്ത്യർ, എഫേസ്യർ, കൊലോസ്യർ. അടുത്ത ചോദ്യം, കൈവച്ച് അനുഗ്രഹിച്ചതിനാൽ ജ്ഞാനാത്മപൂർണനായി തീർന്നത് ആരാണ്? ഉത്തരം, യോശുവ. ആവർത്തന പുസ്തകം 34 അധ്യായം 9 വാക്യം. അടുത്ത ചോദ്യം, തലയിൽ മുൻവശത്ത് മുടി കൊഴിഞ്ഞവൻ എങ്ങനെയുള്ളവനാണ്? ഉത്തരം, ശുദ്ധിയുള്ളവൻ. ലേവ്യ പുസ്തകം 13 അധ്യായം 41 വാക്യം. അടുത്ത ചോദ്യം, അകൃത്യയാഗം എങ്ങനെയുള്ളതാണ്? ഉത്തരം, അതിവിശുദ്ധം. ലേവ്യ പുസ്തകം 14 അധ്യായം 13 വാക്യം. അടുത്ത ചോദ്യം, പിതൃഗോത്രമായി എണ്ണപ്പെടാത്ത ഗോത്രം ഏതാണ്? ഉത്തരം, ലേവി ഗോത്രം. സംഖ്യാപുസ്തകം 1 അധ്യായം 47 വാക്യം. അടുത്ത ചോദ്യം, സ്വന്തം കാഴ്ചയിൽ
ചെറിയവൻ എന്നിട്ടും രാജാവായി അഭിഷേകം ചെയ്യപ്പെട്ടു? ആരാണ്? ഉത്തരം ശൗൽ. 1 ശമൂവേൽ 15-ാം അധ്യായം 17-ാം വാക്യം. അടുത്ത ചോദ്യം, യഹൂദയിലെ ആയുധപാണികളുടെ ആകെ സംഖ്യ എത്രയാണ്? ഉത്തരം 4,70,000. 1 ദിനവൃത്താന്തം 21-5. അടുത്ത ചോദ്യം, ഏത് പർവ്വതത്തിൽ ഗതാഗതം ചെയ്യുന്നവരെയാണ് അവിടെ നിന്നും ഛേദിച്ച് കളയുമെന്ന് യഹോവ അരുളി ചെയ്തത്? ഉത്തരം സേയീർ. യെഹെസ്കേലിൻ്റെ പ്രവചനം 35-ാം അധ്യായം 7-ാം വാക്യം. അടുത്ത ചോദ്യം, യെഹെസ്കേൽ കണ്ട ദർശനത്തിൽ ഏത് ഗോപുരം വഴിയാണ് യഹോവയുടെ തേജസ് ആലയത്തിൽ പ്രവേശിച്ചത്? ഉത്തരം കിഴക്കോട്ട് ദർശനമുള്ള ഗോപുരം. യെഹെസ്കേലിൻ്റെ പ്രവചനം 43-ാം അധ്യായം 4-ാം വാക്യം. അടുത്ത ചോദ്യം, യോഹന്നാൻ ദർശിച്ച സമചതുരമായ നഗരത്തെ അളക്കാൻ ദൂതൻ്റെ കൈവശമുണ്ടായിരുന്ന അളവുകോൽ എങ്ങനെയുള്ളതായിരുന്നു? ഉത്തരം പൊന്നുകൊണ്ടുള്ളത്. വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായം 15-16 വാക്യങ്ങൾ. അടുത്ത ചോദ്യം, കൂടാരത്തെ വിട്ടുപിരിയാതെയിരുന്ന ബാല്യക്കാരൻ ആരാണ്? ഉത്തരം യോശുവ. പുറപ്പാട് പുസ്തകം 33-ാം അധ്യായം 11-ാം വാക്യം. അടുത്ത ചോദ്യം, ആരാണ് ഗുരുവിനെ പോലെ ആകുന്നത്? ഉത്തരം അഭ്യാസം തികഞ്ഞവൻ. ലൂക്കോസിൻ്റെ സുവിശേഷം 6:40. അടുത്ത ചോദ്യം, നിങ്ങളുടെ പാപങ്ങൾ മാഞ്ഞു കിട്ടേണ്ടതിന് മാനസാന്തരപ്പെട്ട് തിരിഞ്ഞുകൊള്ളുക എന്ന് പറഞ്ഞത് ആരാണ്? ഉത്തരം പത്രോസ്. അപ്പോസ്തല പ്രവൃത്തി 3:11-19 വാക്യങ്ങൾ. അടുത്ത ചോദ്യം, സഹോദരനോട് മൂഢ എന്ന് പറയുന്നവൻ എന്തിനു യോഗ്യനാകും? ഉത്തരം അഗ്നി നരകത്തിന്. മത്തായിയുടെ സുവിശേഷം 5:22. അടുത്ത ചോദ്യം, രാത്രി എന്തായി എന്ന് വിളിച്ചു ചോദിച്ചത് എവിടെ നിന്നാണ്? ഉത്തരം സേയീരിൽ നിന്ന്. യെശയ്യാവിൻ്റെ പ്രവചനം 21:11. അടുത്ത ചോദ്യം, തെസ്സലോനിക്കയിലുള്ളവരെക്കാൾ ഉത്തമന്മാരായിരുന്നത് ആരാണ്? ഉത്തരം ബെരോവക്കാർ. അപ്പോസ്തല പ്രവൃത്തി 17:10-11 വാക്യങ്ങൾ. അടുത്ത ചോദ്യം, മുള്ളിന് പകരം സരളവൃക്ഷമെങ്കിൽ പറക്കാരയ്ക്ക് പകരം മുളയ്ക്കുന്നത് എന്താണ്? ഉത്തരം കൊഴുന്ത്. യെശയ്യാവിൻ്റെ പ്രവചനം 55-ാം അധ്യായം 13-ാം വാക്യം. അടുത്ത ചോദ്യം, മരുഭൂമിയിലെ പുൽപ്പുറങ്ങൾ പൊഴിക്കുന്നത് എന്താണ്? ഉത്തരം പുഷ്ടി. സങ്കീർത്തനം 65:12. അടുത്ത ചോദ്യം, ഇസ്രായേൽ മക്കളുടെ നിമിത്തം അടച്ച് ഉറപ്പാക്കപ്പെട്ട പട്ടണം ഏതാണ്? ഉത്തരം യെരിഹോ പട്ടണം. യോശുവയുടെ പുസ്തകം 6-ാം അധ്യായം 1-ാം വാക്യം. അടുത്ത ചോദ്യം, ദിനം പ്രതി തിരുവെഴുത്തുകളെ പരിശോധിക്കുന്നവർ ആരാണ്? ഉത്തരം ബെരോവക്കാർ. അപ്പോസ്തല പ്രവൃത്തി 17-ാം അധ്യായം 10-11 വാക്യങ്ങൾ. അടുത്ത ചോദ്യം, യേശുവിനെ ക്രിസ്തുവല്ല എന്ന് നിഷേധിക്കുന്നവൻ ആരാകുന്നു? ഉത്തരം കള്ളൻ. 1 യോഹന്നാൻ 2:22. ഇതുവരെയും വീഡിയോ കണ്ടിരുന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.